ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചു കഴിഞ്ഞു. സുസ്ഥിര വികസനത്തിനൊപ്പം ശബരിമല മുൻനിർത്തി ആധ്യാത്മികതയ്ക്കും പരമ്പരാഗത ആചാരങ്ങൾക്കും ഊന്നൽ നൽകി രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ ദ്വിമുഖ ആക്രമണത്തിനാണ് മോദിയും ബി.ജെ.പിയും തന്ത്രം മെനയുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വിളംബരം ചെയ്തതും ഇതേ തന്ത്രം തന്നെ. ഉത്തരേന്ത്യയിൽ അയോധ്യ വിഷയവും ദക്ഷിണേന്ത്യയിൽ ശബരിമലയും സജീവമാക്കി സംഘപരിവാർ നിലപാടുകളോട് കൂടുതൽ അനുഭാവം പുലർത്തുകയാണ് മോദിയുടെ പ്രധാന നീക്കം. കൂടാതെ കഴിഞ്ഞ 5 വർഷമായി മോദി സൃഷ്ടിച്ചെടുത്ത അഴിമതി മുക്ത വികസന മുന്നേറ്റ രാഷ്ട്രമെന്ന ഇമേജിന് നിഷ്പക്ഷ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് നയിക്കുന്ന UDF-ലും CPM നയിക്കുന്ന ഇടതുമുന്നണിയിലും വിള്ളലുണ്ടാക്കി പരമാവധി വോട്ടുകൾ സ്വന്തമാക്കാനും അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നു. മുത്തലാഖും സാമ്പത്തിക സംവരണവും മോദി എടുത്തു പറഞ്ഞത് ഇരു മുന്നണികളിലും ചിന്താകുഴപ്പം വളർത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ്. പൂജ്യത്തിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത ത്രിപുരയാണ് മോദിയുടെ മുന്നിലുള്ള മാതൃക. ലക്ഷ്യത്തിലെത്താൻ സംസ്ഥാനത്തെ പാർട്ടി സംവിധാനങ്ങൾക്ക് തനിച്ചു കഴിയില്ലെന്ന് മോദിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ക്ഷണം പോലും ഇല്ലാതെ ബൈപ്പാസ് പോലൊരു ചെറിയ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ടെത്തിയത്. ആ വേദിയിൽ മോദി രാഷ്ട്രീയം പരാമർശിച്ചിട്ട് പോലുമില്ല. പകരം പ്രളയാനന്തര കേരളത്തിന്റെ നിർമ്മിതിയിൽ ജനങ്ങൾക്കൊപ്പമാണ് തന്റെ സർക്കാരെന്ന് നേരിട്ട് അറിയിക്കുകയായിരുന്നു. ഒപ്പം 13 ലക്ഷം കോടി രൂപ ചെലവിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ മുംബൈ കന്യാകുമാരി വ്യവസായ ഇടനാഴിയിൽ കേരളത്തിന്റെ സ്ഥാനവും എടുത്തു പറഞ്ഞു. തനിക്ക് ഒരവസരം കൂടി കിട്ടിയാൽ ഈ പദ്ധതികളെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന സന്ദേശം വികസന മുരടിപ്പിൽ മനംനൊന്ത ശരാശരി കേരളീയർക്ക് ആത്മബലം പകരും. എന്നാൽ കൊല്ലം, ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ അതിശക്തനായ രാഷ്ട്രീയ പ്രചാരകന്റെ റോളിലായിരുന്നു നരേന്ദ്രമോദി. അയോധ്യ മാതൃകയിൽ ശബരിമലയിൽ വിശ്വാസികൾക്കൊപ്പം നിന്ന് ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് മോദി കൊല്ലത്ത് ഉറപ്പു നൽകിയത് കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യം വെച്ച് തന്നെയാണ്. കേരളത്തിന്റെ ആധ്യാത്മിക സാംസ്കാരിക പാരമ്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി ബി.ജെ.പി മാത്രമാണെന്നും പാർട്ടിയുടെ ഈ പ്രതിബദ്ധത സൗകര്യപൂർവ്വം മാറുന്നതല്ലെന്നും മോദി പറയുമ്പോൾ ശബരിമല വിഷയത്തിൽ വേദനിച്ചു നിൽക്കുന്ന വിശ്വാസികൾക്ക് മാത്രമല്ല LDF-ലും UDF-ലും വിഷണ്ണരായി കഴിയുന്നവർക്കുള്ള ആശ്വാസ വാക്കുകൾ കൂടിയാവും. നവോത്ഥാനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു സമൂഹത്തിലെ സംഘടനകളെ മാത്രം വിളിച്ച് വനിതാ മതിൽ പണിതപ്പോൾ മോദി കൊല്ലത്ത് പ്രസംഗിച്ചത് കേരളത്തിന്റെ നവോത്ഥാന നായകരായ ഫാദർ ചവറ കുര്യക്കോസ് ഏലിയാസ്, വൈക്കം അബ്ദുൾ ഖാദർ മൗലവി തുടങ്ങിയവരെ പറ്റിയാണ്. മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% സാമ്പത്തിക സംവരണവും മോദിയുടെ തെരഞ്ഞെടുപ്പ് തീർപ്പ് തന്നെയാണ്. ഇത് സംബന്ധിച്ച നിയമനിർമ്മാണം പരമാവധി വേഗത്തിലാക്കിയത് വഴി താൻ പറയുന്നത് വീൺവാക്കുകളല്ലെന്ന സന്ദേശവും മോദി നൽകുന്നു. ഈ മാസം 27 മോദി വീണ്ടും എത്തുന്നുണ്ട് തൃശ്ശൂരിലെ യുവമോർച്ച റാലിയിൽ പ്രസംഗിക്കാനായി. അടുത്ത മാസം വീണ്ടും എത്തും. ഇതെല്ലാം നൽകുന്ന സൂചന വ്യക്തമാണ്. കേരളത്തിൽ NDAയുടെ തെരഞ്ഞെടുപ്പിന് നരേന്ദ്രമോദി നേരിട്ട് നേതൃത്വം നൽകും. കാരണം കേരളത്തിലെ പാർട്ടി നേതാക്കളെക്കാൾ കേരളീയർ മോദിയെ ആദരിക്കുന്നു, അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. ഇത് രണ്ടും വോട്ടാക്കി മാറ്റാൻ മോദിക്ക് കഴിഞ്ഞാൽ തെന്നിന്ത്യയിൽ ബി.ജെ.പി ചരിത്രം കുറിക്കുമെന്നതിൽ സംശയമില്ല. ശാന്തിഗിരിയുടെ ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം